നമ്മുടെ ഓണസദ്യയുടെ കൂടെയൊക്കെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ മലബാർ ഏരിയകളിലൊക്കെ ഈ ഒരു കറി കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതല്ലാതെ നമ്മുടെ തിരുവനന്തപുരം, കോട്ടയം, അതായത് പാലക്കാട് സൈഡിലൊക്കെ ആണെങ്കിൽ ഈ കറി മസ്റ്റായിട്ട് സദ്യയുടെ കൂടെ ഉണ്ടായിരിക്കും. അതായത് കുറച്ച് കുറുകിയ ടൈപ്പിലുള്ള ഒരു നമ്മുടെ പായസത്തിൻ്റെയൊക്കെ രൂപത്തിലുള്ള കറിയാണ്. ഇതായിരിക്കും അവർ ആദ്യമായിട്ട് ഇലയിലേക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു കറി. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ചെറുപയർ പരിപ്പ് വെച്ചിട്ടും ഉണ്ടാക്കാം, അതല്ലാതെ നമ്മുടെ സാധാരണ പരിപ്പ് വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പം നിങ്ങൾ ഈ ഒരു ഓണത്തിന് സദ്യയുടെ കൂടെ ഈ ഒരു പരിപ്പ് കറി മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ ഈ പരിപ്പ്. എന്നിട്ടൊരു 3-4 വിസിലോ 5 വിസിലോ എത്ര വേണമെങ്കിലും പരിപ്പ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്കൊരു കൂട്ട് റെഡിയാക്കാം. ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ഇത്രയും മാത്രം മതി. സവാളയൊന്നും ഇതിൽ ആഡ് ചെയ്യരുത്. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് കുറച്ച് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ പറ്റുമെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്. അത്യാവശ്യം അതായത് നമ്മുടെ അരപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി 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 വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും. ഞാനിപ്പോൾ ഒരു 6 വിസിലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പരിപ്പൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കൂല ആ ഒരു രീതിയിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. എന്നിട്ട് കൂടുതൽ ഇട്ട് തിളപ്പിക്കരുത്. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒരു തിള പൊട്ടി വരുന്നത് വരെ ഒന്ന്, അപ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഒന്ന് തിള പൊട്ടി വരുമ്പോഴത്തേക്കും സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെ നെയ്യ്, ഈ പരിപ്പ് കറിയുടെ കൂടെ നെയ്യും മിക്സ് ചെയ്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പപ്പടവും കൂടെ പൊടിച്ച് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓണത്തിന് നിന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നെയ്യ് തന്നെ യൂസ് ചെയ്യാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് പപ്പടവും കൂടെ ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കുക. അങ്ങനെ വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല, കുറച്ച് കുറുകിയിട്ടാണ് കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ചാനലൊന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.